ഫലസ്തീനിലെ കുട്ടികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കാസർഗോഡ് കുമ്പളയിൽ സ്കൂളിൽ കുട്ടികൾ നടത്തിയ മൂകാഭിനയം മയം തടഞ്ഞ അധ്യാപകരുടെ നടപടി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. വ്യാപക പ്രതിഷേധമാണ് അതിനെതിരെ ഉയർന്നത്. അന്ന് രംഗത്ത് വന്നത് വിദ്യാഭ്യാസ മന്ത്രിയാണ്. കുട്ടികൾ വീണ്ടും കളിക്കും എന്നത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉറപ്പായിരുന്നു. ഇന്ന് അതേ സ്കൂളിൽ കുട്ടികളെത്തി. അവർ നിറഞ്ഞ സദസ്സിന് മുൻപിൽ ആ വേദിയിൽ തന്നെ അവരുടെ മയം അവതരിപ്പിച്ചു. അവർ പൂർണ്ണമായും അവതരിപ്പിച്ചു. അത് നിറഞ്ഞ കൈയടികളോടെ ആ സദസ്സ് ഏറ്റുവാങ്ങി. കുട്ടികൾ സന്തുഷ്ടരായി. അപ്പോൾ അതിന് ആണ് ഇന്ന് കാസർഗോഡ് സാക്ഷ്യം വഹിച്ചത്, കേരളം സാക്ഷ്യം വഹിച്ചത്. ഏതായാലും ഈ സംഭവത്തിലേക്ക് നയിച്ചത് കുമ്പള ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവത്തിനിടെ അധ്യാപകർ ഇടപെട്ട് ഈ പലസ്തീൻ അനുകൂലമായി നടന്ന അവിടുത്തെ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടന്ന ആ ഒരു മയം നിർത്തിവെപ്പിക്കുകയായിരുന്നു. അതാണ് വലിയ വിവാദമായി പിന്നീട് മാറിയത്. ആ കുട്ടികൾ തന്നെ പലരും മരിച്ചു വീണ കുഞ്ഞിനെ എടുത്ത് സ്റ്റേജിന് മുന്നിലേക്ക് വരുമ്പോൾ അധ്യാപകർ വന്ന് കർട്ടനിടുകയായിരുന്നു എന്ന കാര്യം പറയുന്നത് നമ്മൾ കേട്ടതാണ്. അപ്പോൾ ആ അധ്യാപകർക്കെതിരെ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ അസാന്നിധ്യത്തിലാണ് ഇന്ന് കലോത്സവം പുനരാരംഭിക്കുകയും ആ വിദ്യാർത്ഥികൾ അവിടെ അവരുടെ പരിപാടി മനസ്സ് നിറഞ്ഞ് അവതരിപ്പിക്കുകയും ചെയ്തത്. അതിന്റെ ദൃശ്യങ്ങളൊന്ന് കാണാം. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇതേ മയം ഈ സ്കൂളിൽ അവതരിപ്പിക്കുമ്പോൾ രണ്ട് അധ്യാപകർ വന്ന് സ്റ്റേജിലേക്ക് കയറി അവർ ഇടപെട്ട് ഇത് നിർത്തിവെപ്പിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് വലിയ മനോവിഷമം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. ഇതിൽ വിദ്യാഭ്യാസ മന്ത്രി ഇടപെടുകയും ആർക്കാണ് അതിന് അധികാരം എന്നത് ചോദിക്കുകയും ചെയ്തു. എന്നും പലസ്തീൻ ജനതയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച ജനതയാണ് കേരളത്തിലേത്. അങ്ങനെ ഒരു കലാ ആവിഷ്കാരം നടക്കുമ്പോൾ ആർക്കാണ് അതിന് തടയാനുള്ള അധികാരം എന്നത് മന്ത്രി ചോദിച്ചു. അതിൽ അന്വേഷണം ഉണ്ടാകും എന്നത് മന്ത്രി പറഞ്ഞു. അത് കുട്ടികൾക്ക് വീണ്ടും കളിക്കാൻ അവസരമൊരുക്കും എന്ന ഒരു ഉറപ്പ് കൂടി മന്ത്രി കൊടുത്തു. ആ ഉറപ്പാണ് ഇപ്പോൾ പാലിക്കപ്പെട്ടിരിക്കുന്നത്. കുട്ടികൾക്ക് മനസ്സ് നിറഞ്ഞ സദസ്സിന് മുന്നിൽ അത് അവതരിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ ഒരു അന്വേഷണവും വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നടന്നു. അത് DDയുടെ ഈ റിപ്പോർട്ടിൽ പക്ഷേ ഇത് ഏതെങ്കിലും തരത്തിൽ അധ്യാപകർ ഇടപെട്ട് തടഞ്ഞതാണ് എന്നതല്ല പറയുന്നത്. കലോത്സവ മാനുവലിന് വിരുദ്ധമായിട്ടാണ് ഈ മയം അവതരിപ്പിച്ചതെന്നായിരുന്നു റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നത്. സ്കൂളിൽ കുട്ടികൾ തമ്മിലുണ്ടായ സംഘർഷത്തിന്റെ സാഹചര്യമൊക്കെ കണക്കിലെടുത്താണ് അധ്യാപകർ ഇടപെട്ട് അത് നിർത്തിവെച്ചത് എന്നതായിരുന്നു DDയുടെ റിപ്പോർട്ട്. അത് നേരത്തെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ഉൾപ്പെടെ പ്രാഥമികമായും നടത്തിയ വിലയിരുത്തലിന് വിരുദ്ധമായിരുന്നു. അധ്യാപകരെ സംരക്ഷിച്ചുകൊണ്ടുള്ളതായിരുന്നു DDയുടെ റിപ്പോർട്ടെന്ന് പറയാതെ വയ്യ. എന്തായാലും ആ അധ്യാപകരെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇന്ന് വീണ്ടും ഈ മയം ഈ സ്കൂളിൽ അവതരിപ്പിക്കുന്നത്. എന്തായാലും വലിയ പങ്കാളിത്തം തന്നെ ആളുകളുടേത് അവിടെ ദൃശ്യമായിരുന്നു. ഇത് തടയും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഭീഷണികളൊക്കെ നിലനിന്നിരുന്നു എങ്കിൽ പോലും ഈ മയം 12 മണിക്ക് അവതരിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അവിടേക്ക് പ്രതിഷേധക്കാർ എത്തിയത്. BJP പ്രവർത്തകരുടെ പ്രതിഷേധം അവിടേക്ക് എത്തി. ഇങ്ങനെ എന്തിനാണ് പലസ്തീൻ്റെ പതാക ഇതിൽ എന്തിനാണ് കാണിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് BJP ഇന്നും പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അപ്പോൾ പോലും ആ പരിപാടി മുടക്കാൻ ശ്രമിച്ചില്ല എന്നത് നമ്മൾ കാണണം. അതിനുശേഷം അവർ നേരത്തെ പറഞ്ഞു വെച്ച പ്രതിഷേധം അവിടെ പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്.
കനത്ത സുരക്ഷ സ്കൂളിന് ഒരുക്കിയിരുന്നു. ഒരു കാരണവശാലും ആർക്കും ആ പരിപാടി തടയാൻ പറ്റാത്ത വിധത്തിൽ കനത്ത സുരക്ഷയിലാണ് പരിപാടി നടത്തിയത്. അപ്പോൾ BJP പ്രതിഷേധിച്ച് അവിടെ രംഗത്തെത്തുമ്പോൾ കുട്ടികൾക്ക് ഐക്യദാർഢ്യവുമായി കൂടി അവിടെ പ്രകടനം നടന്നു എന്നത് നമ്മൾ കാണണം. അത് ഒരു ഭാഗത്ത് വളരെ ശക്തമായി കുട്ടികൾക്ക് പിന്തുണ അർപ്പിച്ചാണ് ആളുകൾ എത്തിയത്. കുമ്പള കർമ്മസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു അവിടെ ആ കുട്ടികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനം നടന്നത്. അതേസമയം BJPയുടെ പ്രതിഷേധ പ്രകടനം ഉൾപ്പെടെ കണ്ടു. നേരത്തെ ഇത് ഈ മൈം അധ്യാപകർ ഇടപെട്ട് നിർത്തിവെച്ചപ്പോൾ MSFും SFIയും ഒക്കെ വലിയ പ്രതിഷേധമുയർത്തിയത് നമ്മൾ കണ്ടതാണ്. നമുക്കറിയാം, പാലസ്തീനിൽ മരിച്ചു വീണ കുഞ്ഞുങ്ങൾ 20,000-ലധികം കുഞ്ഞുങ്ങൾ അവിടെ മരിച്ചു. 67,000-ലധികം മനുഷ്യർ മരിച്ചു. ലോകം തന്നെ ആ യുദ്ധം അവസാനിപ്പിക്കാൻ ശക്തമായ ഇടപെടലുകൾ നടത്തുകയാണ്. ആരും അത്തരമൊരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നത് മനുഷ്യരായിട്ടുള്ള ഓരോരുത്തരുടെയും കടമയാണ് എന്നത് വേണം പറയാൻ. അങ്ങനെ ഒരു കലാരൂപം കുട്ടികൾ അവതരിപ്പിക്കുമ്പോൾ അതൊരു നല്ല സന്ദേശമായി കാണുന്നതിന് പകരം അതിനെ തടസ്സപ്പെടുത്താനും മറ്റ് രീതികളിൽ ചിത്രീകരിക്കാനും ഒക്കെയുള്ള ശ്രമമാണ് നടന്നത്. എന്തായാലും ശക്തമായ ഇടപെടലുകളിലൂടെ അത് തിരുത്താനും ഒരു നല്ല സന്ദേശം തന്നെ നൽകാനും കഴിഞ്ഞിരിക്കുന്നു. അതിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടലും റോളുമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവരും അതിനൊപ്പം നിന്ന് പിന്തുണയർപ്പിച്ചു. ഇന്ന് ആ കുട്ടികൾ മനസ്സ് നിറഞ്ഞ് ആ വേദിയിൽ നിന്ന് അവർക്ക് മടങ്ങാനും കഴിഞ്ഞു.